ഇന്ന് നേട്ടത്തിലാവും വ്യാപാരം തുടങ്ങുക. ആഗോള വിപണികളിലെല്ലാം നേട്ടമാണ്. പ്രത്യേകിച്ചും US, യൂറോപ്യൻ വിപണികളിൽ ഇന്നലെ നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളിൽ പലതിലും നേട്ടത്തിൽ വ്യാപാരം പുരോഗമിക്കുന്നു. ക്രൂഡ് ഓയിൽ ഉണ്ടായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഇടിവാണ് വിപണികളെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. US-നെതിരെയുള്ള ഇറാന്റെ പ്രത്യാക്രമണം അത്ര കണ്ട് തീവ്രമല്ല എന്നുള്ളതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഇന്നലെ ക്രൂഡ് ഓയിൽ വിലയിൽ വലിയൊരു ഇടിവുണ്ടായത്. എണ്ണ വിതരണത്തിന് യാതൊരു തരത്തിലുമുള്ള വലിയ തടസ്സങ്ങൾ പ്രതീക്ഷിച്ച പോലെയൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു ആശങ്ക മാറിയതോടുകൂടെ ക്രൂഡ് ഓയിൽ വിലയിൽ ഇടിവുണ്ടാവുകയായിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലമായിരുന്നു ഇന്നലെ US വിപണികളിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു തുടർച്ച നമ്മുടെ വിപണിയിൽ ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്നലെ വളരെ വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രകടമായിരുന്നു. മാത്രമല്ല 25,000 എന്ന നിലവാരത്തിന് താഴേക്ക് മുൻനിര സൂചികയായി നിഫ്റ്റിയിൽ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു. 24,800 എന്നുള്ള നിലവാരമാണ് ഒരു അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കുന്നത്. ആ ഒരു നിലവാരത്തിന് താഴേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ വിപണി താഴേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതുള്ളൂ. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് 25,000-ന് മുകളിലേക്ക് മുൻനിര സൂചികയായ നിഫ്റ്റിയിൽ വ്യാപാരം നടക്കുമെന്ന് കരുതുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം, പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയ്ക്കോ അതിനോടൊപ്പം തന്നെ മറ്റ് ആഗോള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു മെച്ചപ്പെട്ട രീതി തുടരുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണിയെ അടുത്ത നിലവാരത്തേക്ക് എത്തിക്കും. അതിന് 25,200 എന്നുള്ള സാങ്കേതിക നിലവാരം ഭേദിച്ച് നിഫ്റ്റി വ്യാപാരം തുടരേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ 25,800 നിലവാരത്തേക്ക് പോകാൻ മതി. ബാങ്കിങ് സൂചികയിലെ നീക്കങ്ങളും വളരെ പ്രധാനം തന്നെയാണ്. 56,000 എന്നുള്ള നിലവാരം ബാങ്കിങ് സൂചികയ്ക്ക്, ബാങ്ക് നിഫ്റ്റിക്ക് പ്രധാനം തന്നെയാണ്. അതും മറികടന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും ഈ ഒരു അവസരത്തിൽ നിർണായകം തന്നെയാണ്. കഴിഞ്ഞ 3-4 ദിവസമായി വലിയ തോതിലുള്ള നിക്ഷേപം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഈ ഒരു അവസരത്തിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ലാഭമെടുക്കുന്നതിന് വേണ്ടി ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ തുടരും. ഒപ്പം തന്നെ ആഗോള ഘടകങ്ങൾ, പ്രത്യേകിച്ചും ആഗോള വിപണിയിലെ നീക്കങ്ങളും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും പ്രധാനം തന്നെയായിരിക്കും.